a bit sad. My friend's own sister is missing and our few friends are also missing here. എല്ലാവരും ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതിൽ സങ്കടമുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം NSS എല്ലാവരും കൈകോർത്തിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കൂടെ നിൽക്കും. മാനസികമായും ശാരീരികമായും ദുരിതത്തിലൂടെ കടന്നു പോകുന്ന മേപ്പാടിയിലെ ക്യാമ്പിൽ കഴിയുന്നവർക്കിടയിൽ അക്ഷീണം പ്രവർത്തിക്കുകയാണ് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വ്യക്തിപരമായ നഷ്ടങ്ങൾ ഈ വിദ്യാർത്ഥികളും നേരിട്ടെങ്കിലും തങ്ങളെ കൊണ്ട് കഴിയുന്നത്ര അവരെ സഹായിക്കാൻ ശ്രമിക്കുമെന്ന് കുട്ടികൾ പറയുന്നു. ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് ആവുന്ന വിധം ഞങ്ങൾ NSS വോളണ്ടിയേഴ്സ് എന്തായാലും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം NSS എല്ലാവരും കൈകോർത്തിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കൂടെ നിൽക്കും. കൂടെ പഠിച്ചും കളിച്ചും നടന്നിരുന്ന പല കൂട്ടുകാരും ഇന്ന് ഇവർക്കൊപ്പമില്ല. അവർക്ക് എന്ത് പറ്റിയെന്ന് പോലും അറിയില്ല. എങ്കിലും തങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. Actually, we are very sad because we are helping them. We are helping our close relatives, families, friends, and we are a bit sad. My friend's own sister is missing and our few friends are also missing here. NSS, NCC തുടങ്ങിയ കമ്മ്യൂണിറ്റി സർവീസ് പ്രോഗ്രാമിലുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ക്യാമ്പുകളിലേക്ക് മാറിയവർക്കുള്ള ദുരിതാശ്വാസ സാമഗ്രികളുടെ വിതരണം ഏകോപിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഭൗതിക നഷ്ടങ്ങളെക്കാൾ ആഴമുള്ളതാണ് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്കുണ്ടായിട്ടുള്ള വൈകാരിക ആഘാതം. അവരെ ആശ്വസിപ്പിക്കാനും തങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് അധ്യാപകർ പറയുന്നു. In this great tragedy, we are all very sad and we want to help them, and there is a restriction here. All are not allowed here because of this crowd. So the NSS volunteers and some students are selected to help them. They are sorting the clothes and helping them, supplying food, and moreover the emotional trauma, we are helping them, we are consoling them. അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ രക്ഷാദൌത്യം 3-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ബെയിലി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഇതുവരെ ദൌത്യമേഖലയിൽ 15 ഹിറ്റാച്ചികൾ എത്തിയിട്ടുണ്ട്. എന്നാൽ രക്ഷാദൌത്യത്തിന് കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്.